സർ, നമുക്ക് നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും അനുസരിച്ച് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് എക്കണോമിക് റിവ്യൂ ടേബിളിൽ വയ്ക്കേണ്ടതാണ്. അത് പാർലമെൻറ്റിലും നിയമസഭയിലും വരുന്ന കീഴ്വഴക്കമാണ്. നമ്മുടെ നിലവിലെ പൊതു സാമ്പത്തിക സ്ഥിതിയും അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും ബജറ്റിന് മുമ്പായി പ്രത്യേകമായി അറിയുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് റിവ്യൂ നേരത്തെ തന്നെ അംഗങ്ങൾക്ക് കിട്ടും. ഇതിനു മുമ്പ് ഒരിക്കൽ വയ്ക്കാൻ പറ്റാതായ സാഹചര്യത്തിൽ എക്കണോമിക് റിവ്യൂ സർക്കുലേറ്റ് ചെയ്തിരുന്നു. ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ്. ഷഗ്രാൻ ഗൗൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ദി ഇക്കണോമിക് സർവേ വിച്ച് ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ഹെൽത്ത് ഓഫ് നാഷണൽ ഇക്കോണമി ഈസ് ലെയ്ഡ് ഓൺ ദ ടേബിൾ 1 day in advance. ദിസ് ബീങ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഈസ് വൈഡ്ലി സർക്കുലേറ്റഡ്. സർ, ഇതുപോലെ തന്നെ ഈ സഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എക്കണോമിക് റിവ്യൂ വയ്ക്കാത്തതിന് ഞാൻ ഇതുപോലെ ഒരു പോയിൻ്റ് ഓഫ് ഓർഡർ 11/3/2022 ഉന്നയിക്കുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട ചെയർ ആ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു കാരണവശാലും ഒരു പ്രീസിഡൻ്റാക്കി മാറ്റരുത്, ഇത് ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത് എന്ന് ചെയറിൻ്റെ നിർദ്ദേശം, റൂളിംഗ് കൃത്യമായിട്ട് ഈ കേസിലുണ്ടായിരുന്നു. എന്നിട്ട് വിത്തിൻ 2 years ആ ചെയറിൻ്റെ റൂളിംഗ് തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ എക്കണോമിക് റിവ്യൂ സർക്കുലേറ്റ് ചെയ്യാതെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ദെയർ ഈസ് ആൻ ഇംപ്രോപ്പറേറ്റി. ഞാനത് അങ്ങേ ചൂണ്ടിക്കാണിക്കുന്നു. അത് വേണ്ട നടപടികൾ, കർശനമായ നടപടികൾ, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട ചെയറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.